ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് സ്വാഗതം. ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു ഡിഷാണ്. ചിക്കൻ പെരട്ടെന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർന്ന വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷം കഴുകിയെടുത്തതാണ്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ തീയിലൊന്ന് ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടപ്പ് വെച്ച് അടച്ചിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ ഒന്നുകൊണ്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ ചെറുതായിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ചിക്കൻ്റെ ആ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. വേറെ വെള്ളം ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. ഈ വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാത്രം ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇതുപോലെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കുറച്ച് ഏറെ എടുക്കുന്നുണ്ട്. നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-6 പച്ചമുളകും കൂടെ നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 സവാള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്, നീളത്തിലല്ല. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴലാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തണ്ടോട് കൂടി ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ എടുത്തിരിക്കുന്ന മല്ലിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പച്ചമണം മാറുമ്പോഴേക്കും 2 തക്കാളി, പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിലാണ് ഞാൻ അരിഞ്ഞത്. നീളത്തിൽ അരിയണ നിർബന്ധമില്ല, ചെറുതായിട്ട് അരിഞ്ഞാലും മതിയാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ്റെ സ്റ്റോക്ക് വെള്ളം എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ. ചെറുതായിട്ടൊന്ന് തീ കുറച്ച് നേരം ഒന്ന് 5 മിനിറ്റ് ഇരിക്കട്ടെ. വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതും ചെറുതായിട്ട് നമ്മൾ തീ കുറച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീ കൂട്ടിയൊന്നുമല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. തീ കൂട്ടിയെടുത്താൽ ഇതിൻ്റെ മസാലകളൊന്നും ശരിക്കും പിടിക്കത്തില്ല. ഇനി കുറച്ച് ഉപ്പും കൂടെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടപ്പ് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുകയാണേ. അപ്പോൾ അതിൻ്റെ വെള്ളവും എണ്ണയും ഒക്കെ അതിൻ്റെ എല്ലാം ഇറങ്ങിയിട്ട് ആണിത് ഒന്ന് വെന്ത് വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് തീ കുറച്ച് വേണം ഇത് വെക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തീ പെട്ടെന്ന് ഇതിൻ്റെ മസാലയൊന്നും പിടിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ മസാലയുടെ കുത്തലുണ്ടാവും. അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കസൂരി മേത്തിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊരു 2 പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവും. തീ കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലും കുറച്ച് ഇത് ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിരിക്കുമേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.